ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. അതെ, ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു ഡെസ്റ്റിനേഷനായിട്ട് പോലും മലയാളികളിൽ പലർക്കും ഇന്നും മൂന്നാർ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ വൺ ഡേ പ്ലാൻ. ഇപ്പോൾ സമ്മർ വെക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളൊക്കെ ഇനിയിപ്പോൾ സ്കൂളിൽ വെക്കേഷനായിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നൊരു ബഡ്ജറ്റ് പ്ലാൻ, റൂം കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ രാവിലെ വന്ന് മൂന്നാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം കണ്ട് ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മൂന്നാർ കവർ ചെയ്യാൻ പറ്റും. ആ സ്ഥലങ്ങളൊക്കെ കണ്ട് വൈകിട്ട് തിരിച്ചു പോയി രാത്രി വീടെത്തുന്ന രീതിയിലുള്ളൊരു പക്ക പ്ലാൻ വിത്ത് ടൈം കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സമയം രാവിലെ 4 മണി. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. വടക്കുംനാഥൻ ക്ഷേത്രം തൃശ്ശൂർ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു നേരത്ത് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് നോർമലി നമുക്കൊരു 5 മണിക്കൊക്കെ പോയാലും മൂന്നാർ ഒരു ദിവസം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സമയം 6 മണി. നമ്മളിപ്പോൾ ഇവിടെ ചീയപ്പാറ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ മൂന്നാറിലേക്ക് ഒരു 50 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, കാരണം മഴക്കാലമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മഴക്കാലത്താണ് അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക, വെള്ളമുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്തിയിട്ട് എല്ലാവരും പോകാറുള്ളൂ. നല്ലൊരു അടിപൊളി വാട്ടർഫോൾസാണ്. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. നമ്മളൊരു 7:30 7:45 ആകുമ്പോഴേക്കും മൂന്നാർ എത്തുന്നത്. സൂര്യ ഉദിച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു വരാൻ ഒരു 3 ദിവസത്തേക്കുള്ള കാഴ്ചകളെങ്കിലും മൂന്നാറുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരുപാട് റൂമുകൾ കാര്യങ്ങളൊന്നും എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും, അതുപോലെ ഇപ്പോൾ സമ്മർ വെക്കേഷൻസൊക്കെയാണ്, അപ്പോൾ ജസ്റ്റ് ഒരു 1 ഡേ വന്ന് പോകാന്നുള്ള രീതിയിൽ ബഡ്ജറ്റായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ഫ്രീ ടൈമായിട്ട് ഒരു ഡേ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് മൂന്നാർ പോയി വന്നാലോ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ രാവിലെ ഒരു 4 മണി സമയത്തൊക്കെ എണീറ്റ് വന്ന് വരികയാണെങ്കിൽ മലപ്പുറം അതുപോലെ പാലക്കാടുള്ള സൈഡിലുള്ള ആൾക്കാർക്കും മൂന്നാറിലേക്ക് ഈ ഒരു ടൈമിങ്ങിൽ വന്ന് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ നോർത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ കോട്ടയം, ആലപ്പുഴ അവിടം വരെയുള്ള ആൾക്കാർക്കും ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ബാക്കി ജില്ലകൾക്ക് എന്തായാലും നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്ത് വരുന്ന വിധത്തിലുള്ള ഒരു പ്ലാനേ പറ്റുള്ളൂ. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ഡേ എന്നുള്ള രീതിയിൽ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, ഇത്ര പുലർച്ചൊക്കെ ആരെങ്കിലും എണീറ്റ് വരുമോ, അല്ലെങ്കിൽ 1 ഡേ കൊണ്ട് മൂന്നാർ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഇവിടെ വരുന്ന ബസ്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി. 1 ഡേ പാക്കേജുകൾ ഒരുപാട് ബസ്സുകൾ മലപ്പുറം സൈഡിൽ നിന്നൊക്കെ ഡെയിലി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പോട്ടുകളെല്ലാം കണ്ട് മൂന്നാർ എന്നൊരു സ്ഥലം, മൂന്നാർ ഇതുവരെ വരാത്തവർക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ സമയം 7 മണി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് അടിമാലി കേട്ടോ. മൂന്നാറിന് തൊട്ട് മുമ്പുള്ള ടൗണാണ് അടിമാലി. നിങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇവിടെ എത്താൻ കുറച്ചൊരു 9 മണി 8 മണിയൊക്കെ ആവുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് കഴിക്കുക. അവിടെ അത്യാവശ്യം ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ ഹോട്ടൽസിൽ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇങ്ങനെ പോയി അവിടെ സൂര്യ ഉദിച്ച് വരുന്നുണ്ട്. അടിപൊളിയാണ് ഈ റൂട്ടാണ്. അപ്പോൾ ഇനി മൂന്നാർക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവലിംഗ്, ഒരു ഏകദേശം ഒരു 25-30 കിലോമീറ്റർ. സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് മൂന്നാർ. ഇതാണ് മൂന്നാർ ടൗണ്. സമയം 7:45 കുറച്ച് നേരത്തെ എത്തി. എന്തായാലും നമുക്കിനി ഇവിടെ അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു 5 മണിക്ക് പോന്നു കഴിഞ്ഞാലും അത്യാവശ്യം ടൈം നിങ്ങൾക്ക് കിട്ടും ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഈ കാണുന്ന ഒരു സ്പോട്ടാണ് സെൻട്രൽ പോയിന്റ് ഇവിടുത്തെ. അതായത് ഈ ഒരു സ്പോട്ട് ഒന്ന് നോക്കി വയ്ക്കുക. ഈ പാലത്തിൻ്റെ അപ്പുറമാണ് മൂന്നാർ ടൗണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് കണ്ടത്, ഇതാണ് മറയൂർ റോഡ്. ഇനി ആ സൈഡിലേക്ക് ഒരു റോഡുണ്ട്, സൂര്യനെല്ലി റോഡ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് നോക്കി വയ്ക്കുക, കാരണം നമുക്ക് ഓരോ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് പോകുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ഓരോരോ ഡെസ്റ്റിനേഷൻസിലേക്കുള്ള ഡീവിയേഷൻ എടുക്കേണ്ടി വരിക. അപ്പോൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്കിനി എന്തായാലും ഓരോ സ്പോട്ടുകളായിട്ട് ഇവിടുത്തെ കാണാം. അപ്പോൾ അടിമാലി റൂട്ടിൽ വന്ന് നമ്മൾ മൂന്നാർ ടൗണിൽ നിൽക്കുമ്പോൾ നമുക്ക് 3 റൂട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. അത് ടൗണിൽ നിന്ന് നേരെ മുകളിലേക്ക് വട്ടവട റൂട്ട്, അതാണ് പ്രധാനമായിട്ടുള്ള. നമ്മളിപ്പോൾ ഒരു 1 ഡേ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുള്ള സ്പോട്ടുകളൊക്കെ അവിടെയാണ് വരുന്നത്. ടോപ്പ് സ്റ്റേഷൻ, കുണ്ടല ഡാം, അതുപോലെ ടീ ഫാക്ടറി, എക്കോ പോയിന്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് ടൗണിൽ നിന്ന് റൈറ്റിലേക്കുള്ള റൂട്ടാണ് ഗ്യാപ്പ് റോഡ് അഥവാ സൂര്യനെല്ലി പൂപ്പാറ റൂട്ട്.
ആ റൂട്ടിൽ നമുക്ക് ജസ്റ്റ് വൺ ഡേ വരുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യണം, ആ ഗ്യാപ്പ് റോഡൊക്കെ കാണാൻ. പിന്നീട് 2 ദിവസമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊളുക്കുമല, അതുപോലെ ചതുരംഗപ്പാറ, ആനയിറങ്ങൽ ഡാം, അങ്ങനെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റൂട്ടാണ് റൈറ്റിലേക്കുള്ളത്. പിന്നെ മൂന്നാർ ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റൂട്ട് മറയൂർ റോഡ്. ആ റൂട്ടിൽ വരുന്നതാണ് എരവികുളം നാഷണൽ പാർക്ക്, അതുപോലെ ലക്കം വാട്ടർഫോൾസ്, പിന്നെ മറയൂർ, കാന്തല്ലൂരൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ആ റൂട്ട് പോവാം. അതൊരു സെക്കൻഡ് ഡേ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ. പിന്നെ കൊടൈക്കനാൽ പോകുന്നവർക്കും ആ ഒരു റൂട്ട് നമുക്ക് നേരെ കൊടൈക്കനാൽ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് മൂന്നാറിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള 3 റൂട്ടുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വൺ ഡേ നമ്മൾ വരുമ്പോൾ ചൂസ് ചെയ്യുക എപ്പോഴും വട്ടവട റൂട്ടാണ്. പക്ഷേ ടൗണിൽ നിന്ന് നമ്മൾ ആദ്യം ഗ്യാപ്പ് റോഡ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ആ റൂട്ട് നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമുക്ക് സൈറ്റ് സീയിങ്ങിനായിട്ട് പോകാം. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യമായിട്ട് വരുന്ന ഡെസ്റ്റിനേഷനാണ് മൂന്നാർ ഗ്യാപ്പ് റോഡ്. ഒരു റോട്ടിൽ ഇതിന് മാത്രം എന്തിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ കേരളത്തിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂട്ടാണ് ഈ കാണുന്ന ഗ്യാപ്പ് റോഡ്. ഇവിടുത്തെ ഒരു ഭംഗി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം, ഒരുപാട് തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്ക് കൂടെ നല്ല അടിപൊളി ഒരു റോഡുമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും. ഇവിടെ വൈകിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ വരാമെന്നൊന്നും വിചാരിച്ചത് രാവിലെ സ്കിപ്പ് ചെയ്യരുത്, രാവിലെ തന്നെ വരിക. കാരണം വെയിലായി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാനൊന്നും വലിയ രസം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല വൈകുന്നേരം ചിലപ്പോൾ നിങ്ങൾ ഈ സ്ഥലം സ്കിപ്പ് ചെയ്യും, നേരെ എന്നിട്ട് മൂന്നാർ ടൗണിൽ നിന്ന് തിരിച്ചിറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ഇങ്ങോട്ട് വരിക. ഗ്യാപ്പ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ പലതും പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫോട്ടോ പോയിൻ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ 50 രൂപ ടിക്കറ്റ് ഉണ്ട് എൻട്രി. പക്ഷെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ മറ്റേ തേയില നുള്ളുന്ന ആൾക്കാരുടെ വേഷത്തിൽ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു തരും. പിന്നെ ഈ റൂട്ടിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും നല്ല നല്ല വ്യൂ പോയിന്റുകളും ഉണ്ട്. ഈ റൂട്ട് എത്ര പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ പോവുക. കാരണം ഈ റൂട്ട് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഉണ്ട് പൂപ്പാറ വരെ. അപ്പോൾ അത് മൊത്തം പോയി വരുമ്പോൾ നമുക്ക് എന്തായാലും പിന്നെ മൂന്നാർ ഇറങ്ങാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് അത്യാവശ്യത്തിന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീണ്ടും ടൗണിലേക്ക് പോവുക. അപ്പോൾ നേരെ പൂപ്പാറ റൂട്ടിൽ ഗ്യാപ്പ് റോഡൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ടൗണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തിരിച്ചു വരുന്ന വഴിയിൽ തന്നെയാണ് ഈ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കയറുന്നില്ല, ലാസ്റ്റ് ഇവിടെ വരുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്ന് ടൗണിൽ നിന്ന് വീണ്ടും വട്ടവട റൂട്ടിൽ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അപ്പോൾ ടൗണിൽ തിരിച്ചെത്തി നമ്മളിപ്പോൾ വട്ടവട റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക്. നമുക്ക് ഇന്നത്തെ ദിവസം ഇനി കാണേണ്ട ബാക്കി എല്ലാ സ്ഥലങ്ങളും ഈ ഒരു റൂട്ടിലാണുള്ളത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെയാണ് ഓരോ സ്പോട്ടുകൾ. നമുക്ക് ആദ്യം ടോപ്പ് സ്റ്റേഷൻ പോയിട്ട് വരാം, അതാണ് ലാസ്റ്റ് ഉള്ള സ്പോട്ട്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വട്ടവടയായി. വട്ടവട നമുക്ക് പക്ഷേ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ ഇന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിനായിട്ടൊരു സെപ്പറേറ്റ് ഡേ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് സ്റ്റേഷൻ പോയി അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴി ബാക്കി കാഴ്ചകളും കണ്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൂട്ട് ഒരൊറ്റ സിംഗിൾ റോഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഡീവിയേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വഴി തെറ്റില്ല. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ടൗണിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫോണിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ പോകും. BSNL മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് കയറുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ വരിക മൂന്നാറിലേക്ക് നിങ്ങൾ വരുമ്പോൾ. അതുപോലെ ഈ റൂട്ടിൽ കയറുമ്പോൾ റിപ്പിളിൻ്റെ ഒരു ടീ ഔട്ട്ലെറ്റ് ഉണ്ട്, അതിനോട് ചേർന്നിട്ടൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അതാണ് ഈ റൂട്ടിലത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പ്. പെട്രോൾ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പോവുക, അല്ലെങ്കിൽ വഴിയിൽ കിടക്കും, അത് ശ്രദ്ധിക്കണം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഹോട്ടൽസ് വളരെ ലിമിറ്റഡ് ആണ്. ചെറിയ ചെറിയ ഷോപ്സുകൾ കാര്യങ്ങളുള്ളൂ. നമ്മളെല്ലാ സ്ഥലവും കണ്ട് തിരിച്ച് ടൗണിൽ എത്തുമ്പോഴേക്കും ഈവനിങ് ആവുന്നുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊന്നുമില്ലേ നമുക്ക് ടൗണിൽ നിന്ന് വാങ്ങി കൈപ്പിടിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഷോപ്സ് ഉള്ളതിൽ നിന്ന് കഴിക്കാം. പിന്നെ ഇത് ഈ വഴിയിൽ കാണുന്ന പോലെ ഫുഡ് ട്രക്കുകൾ ഉണ്ടായിരിക്കും പാഴ്സലായിട്ട് കൊണ്ടുവരുന്നത്, അവിടെ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഈ റൂട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വട്ടവട റൂട്ടിൽ പോകുമ്പോൾ ഇവിടെ കണ്ണൻദേവൻ്റെ ടീ ഫാക്ടറി ഉണ്ട്. റിപ്പിൾ ടീ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ചായയാണ്. പക്ഷേ ഈ ടീ ഫാക്ടറി കുറച്ച് എക്സ്പെൻസീവ് ആണ്. ടിക്കറ്റ് 100 രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ്. അതുകൊണ്ട് യൂഷ്വലി നമ്മളൊന്നും ഇവിടെ കയറാറില്ല. കാരണം ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ടീ ഫാക്ടറി പറഞ്ഞ പോലെ 10 രൂപ 20 രൂപ ടിക്കറ്റ് റേറ്റ് ഉള്ളപ്പോൾ ഇവിടെ 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ്. അപ്പോൾ മീൻസ് ടീ ഫാക്ടറി കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ കയറി അതൊക്കെ കാണാം. അവിടെ നിന്ന് ചായപ്പൊടി വാങ്ങാം. ചായപ്പൊടി അടിപൊളി കേട്ടോ. ഞാൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാറുള്ളതാണ്. റിപ്പിളിൻ്റെ ചായ അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ റോഡ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നുണ്ട്. വണ്ടികളൊക്കെ പോകുമ്പോൾ എന്ത് രസമാണ്. ഈ വട്ടവട അതുപോലെ അതിനോട് ചേർന്നിട്ടുള്ള ടോപ്പ് സ്റ്റേഷനൊക്കെ മൂന്നാർ ടൗണിനെക്കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാർ ടൗണിൽ ചൂടുള്ളപ്പോഴും ക്ലൈമറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വേനൽക്കാലത്തല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള ടൈമുകളിൽ. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എന്തായാലും ആരും മിസ് ചെയ്യരുത്. ഇവിടേക്ക് പോകുന്ന റൂട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്.
നല്ല അടിപൊളി റോഡുകളും രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളായിട്ട് നല്ല വിഷ്വലി അടിപൊളി റൂട്ടാണ്. അപ്പോൾ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള പാർക്കിങ് കാര്യങ്ങളൂടെ കാണാം. തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ബൈക്കൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യാം. അല്ലാത്ത സമയത്ത് ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം പോകാൻ. ഈ ഇൻ്റർലോക്ക് ഇട്ട വഴി കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി വരുന്നത്. അവിടെ അടിപൊളി ഒരു വാച്ച് ടവറും അതിൻ്റെ മുകളിൽ വ്യൂ പോയിൻറ്റും കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ റൂട്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മുടെ യാത്രയുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ വന്നിരിക്കുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇത് കാണുന്ന വാച്ച് ടവറും അതുപോലെ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. വട്ടവട റൂട്ടിലാണ്, കുറച്ച് ദൂരം ഇങ്ങോട്ട് വരാനുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ട് എന്തെങ്കിലും മിസ് ചെയ്യരുത്. ഇവിടെ നല്ലൊരു വ്യൂ കണ്ട, ഇത് ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. വ്യൂ അതുപോലെ തന്നെ കോടയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ വല്ലാത്തൊരു ആംബിയൻസാണ്. മൂന്നാറിനെക്കാട്ടി കുറച്ചുകൂടി ഹൈറ്റിലായ കാരണം അവിടെ ചൂടാണെങ്കിൽ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ ഇത് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വ്യൂ വാച്ച് ടവർ അതുപോലെ ഒരു വ്യൂ പോയിന്റ് പോകാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 6 മണിക്ക് ക്ലോസ് ചെയ്യും. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ ടൈമിങ്. നമുക്ക് ഭാഗ്യമുണ്ട്, ഒരുപാട് കോടയും ഇല്ല, എന്നാൽ അത്യാവശ്യത്തിന് വിസിബിലിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെയും താഴത്തേക്ക് ഇത് വേറൊരു സ്ഥലമുണ്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ വേറെ ഒരു 20 രൂപ ടിക്കറ്റ് ഉണ്ട്. അതിന് ടിക്കറ്റ് കാര്യങ്ങളൊന്നും തരില്ല, 20 രൂപ ഒരു വാങ്ങും, അത്രേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട്. അവിടെ നമുക്ക് ഇരിക്കാം. താഴത്തേക്ക് ഉണ്ട് കേട്ടോ ഇനിയും പോകാൻ. താഴത്തേക്ക് പോകണില്ല. ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയാൽ. ഈ ഒരു ഇത് കണ്ട ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയല്ലേ. ഈ ഒരു ആംബിയൻസ് നോക്കി ഒരു രക്ഷയില്ല. ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെയൊക്കെ ഇപ്പോൾ കോട കയറി വരും ചിലപ്പോൾ. കോട കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, തണുത്തിട്ട് നിൽക്കില്ല. മീൻസ് വ്യൂ ഒക്കെ പോവും. ഇപ്പോൾ ഈ ഹില്ലുകൾ കാണണമെന്നും കാണില്ല. ഇത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ വട്ടവട പോകുമ്പോൾ അത് കേരളത്തിലാണ്. അങ്ങനെയാണ്, ഒരു ചെറിയ പോർഷൻ തമിഴ്നാട്ടിൽ പെട്ടുപോയി, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നിലാണ് വരുന്നത് എനിക്കുള്ള പണിയാണ്. നല്ല മഴക്കാറുണ്ട്, പെയ്യില്ലെന്ന് വിചാരിക്കുന്നു. കുറേ നേരമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ പെയ്താലും കുഴപ്പമില്ല, നമ്മൾ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. മൂന്നാർ വരുമ്പോൾ അത് എക്സ്പെക്റ്റഡ് ആണ് എപ്പോഴും മഴ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കുടയൊക്കെ കൊണ്ടുവരിക നിങ്ങൾ വരുമ്പോൾ, എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പതുക്കെ ഇവിടെ നിന്ന് നമുക്ക് വട്ടവട ഒന്ന് ജസ്റ്റ് അതിൻ്റെ എൻട്രി ഗേറ്റ് വരെ പോയിട്ട് വരാം. വട്ടവട എന്തായാലും നമുക്ക് ഈ ഒരു 1 ഡേ പ്ലാനിൽ കാണാൻ ഒട്ടും സമയം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ പോയി അതിൻ്റെ എൻട്രി പോയിന്റ് പാമ്പാടും ഷോളൈ നാഷണൽ പാർക്ക്, അവിടെ വരെ പോയി ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി പോവാം. പോണ വഴി നമുക്ക് ബാക്കി സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ ചെയ്യാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് വിസിബിളായി വെയിൽ പിടിച്ചിരുന്നായിരുന്ന വഴി ഇപ്പോൾ നോക്കിയേ ഒന്നും കാണാനില്ല. നല്ല കോട കയറി. അല്ല ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ്, പെട്ടെന്നാണ് മാറുക. അതുകൊണ്ട് തന്നെ ടോപ്പ് സ്റ്റേഷൻ ഒരു വെറൈറ്റി സ്പോട്ടാണ്. തിരിച്ച് മെയിൻ റോഡ് വന്ന് കയറി നമുക്ക് വട്ടവടയുടെ എൻട്രി വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ റോഡുകൾ വളരെ മോശമായിട്ട് കിടക്കുന്നുണ്ടോ? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തമിഴ്നാടാണ്. അതെ, നമ്മളെ വട്ടവട കേരളത്തിലാണ്, മൂന്നാർ കേരളത്തിലാണ്. പക്ഷേ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത് തമിഴ്നാട്ടിലാണ്. മാപ്പിൽ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിലത്തെ റോഡുകളൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയായി വന്നപ്പോൾ തമിഴ്നാട്ടിലത്തെ റോഡുകൾ കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് പണ്ടൊക്കെ നല്ല റോഡുകളായിരുന്നു. ഇവിടെ മാത്രമല്ല, നാടുകാണി കയറുന്ന ഭാഗത്തൊക്കെ ഈ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ റോഡ് കുറച്ച് മോശമാണ്. ഇവിടെ റോഡില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ കുണ്ടും കുഴിയാണ്. അപ്പോൾ അതാ ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇതാണ് വട്ടവടയുടെ എൻട്രി. കണ്ട ബോർഡൊക്കെ കേടുവന്ന് തുടങ്ങിയ അത്യാവശ്യം. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് പോലെ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് വേണം പോകാൻ. വൈകിട്ട് 5 മണി വരെ കടത്തി വിടും. തിരിച്ച് 6 മണിക്കുള്ളിൽ ഇങ്ങോട്ട് വരണം. എപ്പോൾ പോയാലും നമ്മൾ തിരിച്ച് 6 മണിക്കുള്ളിൽ ഇങ്ങോട്ട് കിടക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ടൽ ബുക്കിംഗ് വേണം. അല്ലാതെ രാത്രി ഇങ്ങോട്ട് തിരിച്ച് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമയം നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ്. അപ്പോൾ വട്ടവടയിലേക്ക് എന്തായാലും നമുക്ക് 1 ഡേ ട്രിപ്പിലൊന്നും പോകാൻ ടൈമില്ല. നിങ്ങൾ 2 ദിവസത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, വട്ടവട പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നിങ്ങൾ എന്താ പറയുക ടോപ്പ് സ്റ്റേഷൻ വന്നാൽ മതി. ഫസ്റ്റ് ഡേ വെറുതെ ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇത്ര ദൂരം വരണ്ട.
ബാക്കി സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം സെക്കൻഡ് ടോപ്പ് സ്റ്റേഷൻ വരുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ കണ്ട് പിന്നെ വട്ടവടയ്ക്ക് നേരെ ഇങ്ങനെ പോവാം. ഇവിടെ ഒരു ഫോറസ്റ്റ് സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. സോ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് കുണ്ടല ഡാം. ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ ടൗണിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ബോർഡൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോവുക. അവിടെ ഒരു നൈസ് പൈൻ ഫോറസ്റ്റും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും എക്കോ പോയിന്റിലും നമുക്ക് ബോട്ടിങ് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഞാൻ പ്രിഫർ ചെയ്യുക ഇവിടെയാണ്. കാരണം ഇവിടെ ഒന്നുകൂടി കാണാൻ നല്ല ആംബിയൻസ് ഒക്കെയാണ്. എനിക്കിഷ്ടം ഇവിടെയാണ് ഒന്നുകൂടി. ഇതാണ് കുണ്ടല ഡാം. ആ മഴ പെയ്ത് പോയപ്പോൾ ഇവിടെയൊക്കെ കോടറങ്ങിയത് നോക്കിയാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ വെയിലിറങ്ങി നോക്കാം. നൈസ് വൈബായിട്ടുണ്ട്. ഡാമിൻ്റെ മുകളിലൊക്കെ കോട ഇങ്ങനെ ഒരു പാട പോലെ നിൽക്കണം. നല്ല രസമുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഡാം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുമ്പോൾ അതെ അടിപൊളി ഒരു പൈൻ ഫോറസ്റ്റ്. ഇവിടെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നമുക്ക് എടുക്കാം. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. ഇതിപ്പോൾ മഴ കാരണം നിർത്തി വെച്ചിരിക്കുകയാണ്. എല്ലാ ആംബിയൻസ് ആയിട്ട് ഇവിടുത്തെ ബോട്ടിങ്. കാരണം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വേറെ തിക്കും തിരക്കൊന്നുമില്ല. എക്കോ പോയിന്റിൽ അപ്പുറത്ത് പുറത്ത് റോഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. ഇവിടെ പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ആഹാ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജസ് വരുന്നത്. പാർക്കിംഗ് ഉണ്ട്, അതുപോലെ പാർക്കിംഗ് ചാർജസ് വരും. ബൈക്കിന് 10, കാറിനാണെങ്കിൽ 20 അങ്ങനെ. ബോട്ടിങ്ങിൻ്റെ ചാർജസ് ഇതാണ്. ഇവിടേക്ക് ഉള്ളിലേക്ക് കയറാൻ പിന്നെ നമുക്ക് നോർമലി ഇവിടെ വരെ വരുന്നതിനൊന്നും ചാർജില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ബോട്ടിങ്ങിൻ്റെ അവിടേക്കുള്ള ഏരിയ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എൻട്രൻസ് ഒരു 10 രൂപ. ആ ഒരു ആംബിയൻസ് നോക്കിയേ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ബോട്ടിങ്ങും അടിപൊളി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ മഴ കാരണം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. പെഡൽ ബോട്ട് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, അതുപോലെ ഈ സിക്കാർ ടൈപ്പ് ഉണ്ട്, പിന്നെ കൊട്ടവഞ്ചി ടൈപ്പ് ഉണ്ട്, കയാക്കിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ റേറ്റുകൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ കുണ്ടല ഡാം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അതെ നല്ല ബ്യൂട്ടിഫുൾ പൈൻ ഫോറസ്റ്റ്. അവിടെ കയറി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെയൊക്കെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ടൗണിലും മഴയപ്പോൾ ആൾക്കാർ പിന്നെ ഇങ്ങോട്ട് കയറി വരാത്തതാണ്. മഴയത്ത് വന്നിട്ട് കാര്യമില്ല എന്നറിയില്ല, അതുകൊണ്ട് ആ സമയത്ത് കയറി വരാത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം, എക്കോ പോയിന്റ്. സോ ഫൈനലി നമ്മൾ നമ്മുടെ 4th ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, എക്കോ പോയിന്റ്. ഇതാണ് മൂന്നാർ എക്കോ പോയിന്റ്. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് എക്കോ പോയിന്റ് കാണാം. ഒരു ലേക്കിൻ്റെ സൈഡാണ്. നമ്മളിവിടെ നിന്ന് പറയണത് എന്തോ അവിടെ നിന്ന് എക്കോ ആയിട്ട് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഈ സൈഡ് സ്ഥലത്തിന് എക്കോ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് കടകളും പാർക്കിങ്ങൊക്കെ ആയിട്ട് കൺജസ്റ്റഡാണ് കുറച്ച് ഏരിയ. ഇവിടെ അങ്ങനെ വന്ന് ഈ കടകളുടെ ഉള്ളിൽ കൂടെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെയും ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ ചാർജ് ഇതാണ്. പെഡൽ ബോട്ട് 4 പേരുടെ 2 പേരാണ് 400, 4 പേര് 600. എൻട്രൻസ് 10 രൂപ ഒരാൾക്ക് കേട്ടോ. അപ്പോൾ എൻട്രി എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ഒരു അടിപൊളി സ്പോട്ട്. വെള്ളം കുറവാട്ടോ. വെള്ളം കുറച്ചും കൂടി ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളം വളരെ കുറവാണ്. ഏകദേശം ആ വെള്ള സാധനം നിൽക്കണതിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു മുന്നേ. വളരെ കുറവാണ്. ബോട്ടിംഗ് പ്രോഗ്രാംസ് ഉണ്ട് അവിടെ. ഇവിടെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. ബാക്കിലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയല്ലേ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് വെച്ച് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ മണ്ണൊക്കെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറായി കിടക്കണം നോക്കണ്ട കേട്ടോ. ഇവിടെ പുല്ലൊക്കെ ആയിട്ട് നല്ല ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ക്ലൈമറ്റ് ചൊവ്വല്ലാത്തോണ്ടോ തോന്നുന്നു. അവിടെ ആ ഭാഗത്തായിട്ട് ആനകൾ വെള്ളം കുടിക്കാൻ വരാറുണ്ട് റൂട്ടിൽ നിന്ന്. അതെപ്പോഴും ഉള്ളൊരു കാഴ്ചയാണ്. ചില സമയത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റാറുണ്ട്. ആ സമയത്ത് ആ റോഡ് അവിടെ തന്നെ നമ്മൾ പോണ റോഡ്, ആ റോഡ് ബ്ലോക്ക് ആവും. ആനകൾ സിമ്പിളായിട്ട് വന്ന് അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറി പോകും. അതിടയ്ക്ക് കിട്ടുന്നൊരു വ്യൂ ആണ്. എക്കോ വരുന്നുണ്ട്. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എക്കോ വരുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് എക്കോ പോയിന്റിന്റെ കാഴ്ചകൾ. ഇവിടെ ഇതൊക്കെ തന്നെയാണ് ബോട്ടിങ്, അതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പിന്നെ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നേ, ചെറിയ ചെറിയ ഷൂട്ടിങ്, ആർച്ചറി, അങ്ങനത്തെ ഗെയിംസ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് ആയതാണ്. ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ നമ്മൾക്ക് ഒന്നും കൂടി ഓണായി സെറ്റായി വരും. പിന്നെ പുറത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഷോപ്പിങ്ങിന്. ഇവിടെ നിന്ന് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ സ്ട്രോബെറി, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാം. മൂന്നാർ ടൗണിൽ നിന്ന് വാങ്ങാം. ഇവിടെയും ഒരുപാട് കടകളുണ്ട് ഈ എക്കോ പോയിന്റിന്റെ അടുത്ത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോവാം. നമുക്കിനി അടുത്ത സ്പോട്ട് വരുന്നത് മാട്ടുപ്പെട്ടി ഡാം. ജസ്റ്റ് അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാം. എന്നിട്ട് വേണേൽ വണ്ടി പാർക്ക് ചെയ്ത് വന്ന് ഡാം കാണാമെന്ന് മാത്രം. അവിടെയും ഈ പറഞ്ഞ പോലെ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ, അവിടേക്കും കൂടി പോവാം. അപ്പൊ ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മുടെ കുണ്ടല ഡാം കണ്ട പോലെ അതെ അവിടെ നിന്ന് വരുന്ന അതേ വെള്ളം തന്നെയാണ്. കുണ്ടല ഡാമിൽ നിന്ന് വരുന്ന അതേ വെള്ളം എക്കോ പോയിന്റും കഴിഞ്ഞ് ഇതാ ഇവിടെ മാട്ടുപ്പെട്ടി ഡാം. ഇതിന്റെ മുകളിൽ കൂടെയാണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു വഴിയുള്ളത്. ഈ ഒരു പാലം നിങ്ങൾ പല റീൽസിലും ഇതിലൊക്കെ ആയിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിന്റെ ചാർജസ് ആണ്. ഇങ്ങനെ ബോട്ടിംഗ് സ്റ്റേഷൻ അവിടെയാണ്. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല മഴയാണ്. ഇവിടെ ഇതന്നെ ഉള്ളൂ മെയിനായിട്ട് ബോട്ടിങ് കാര്യങ്ങൾ. വേറെ കാണാനായിട്ട് ഇപ്പോൾ ഈ ഡാം ജസ്റ്റ് അതിന് മുകളിൽ പോയി നമുക്ക് കാണാം. ഇവിടെ നിന്ന് ആൾക്കാർ നടന്നങ്ങോട്ട് പോവും. അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ മാട്ടുപ്പെട്ടി ഡാം. ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മൾ വട്ടവട റൂട്ടിൽ വട്ടവടയ്ക്ക് പോവുകയാണെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോവുകയാണെങ്കിലും റിപ്പിൾ ടീയുടെ ഒരു ഔട്ട്ലെറ്റും അതിനോട് ചേർന്നിട്ടൊരു പമ്പും ഉണ്ട്. ഇതാണ് കേട്ടോ ഈ റൂട്ടിലത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പ്. അപ്പോൾ നിങ്ങൾ ഈ പെട്രോൾ പമ്പ് കാണുമ്പോൾ ആലോചിക്കുക, വണ്ടിയിൽ പെട്രോൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അടിച്ചിടുക, പെട്രോൾ ഡീസൽ സംഭവങ്ങളൊക്കെ. കാരണം പിന്നെ അങ്ങോട്ട് ആറ്റാൻ വരെ വട്ടവട വരെ പോയി വരുന്ന വരെ ഒറ്റ പമ്പ് പോലും ഇല്ല. വഴിയിൽ വണ്ടി കുടുങ്ങി കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ട് പോയി. ഇവിടെ നല്ല അടിപൊളി ചായ, അതുപോലെ ചായപ്പൊടികൾ വാങ്ങാൻ കിട്ടും, ചായ കുടിക്കാൻ കിട്ടും, അതുപോലെ ഹോട്ട് ചോക്ലേറ്റ്, ഐസ് ടീ, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് കയറി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു പോവാം. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മളെപ്പോൾ വരുമ്പോഴും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് ചായപ്പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിപ്പിളിൻ്റെ ചായപ്പൊടി. കാരണം എനിക്ക് നല്ല ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചില ചായപ്പൊടികളൊന്നും എനിക്ക് അത്ര പിടിക്കാറില്ല. ഇത് പക്ഷേ ഭയങ്കര താല്പര്യം നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്നാർ. ഇത് ഗ്യാപ്പ് റോഡിൽ തന്നെയാണ്. ഗ്യാപ്പ് റോഡിൽ കയറുന്ന ജസ്റ്റ് ഭാഗത്ത് തന്നെ, ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ. ഇപ്പോൾ രാവിലെ എന്താ ഈ സ്പോട്ട് പോകാഞ്ഞത് ഇപ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാത്രി 9 മണി വരെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ബാക്കി സ്പോട്ടുകളൊന്നും ഈ പറഞ്ഞ പോലെ 6 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും കുഴപ്പമില്ല. ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 മണിക്ക് 9 മണി വരെ ഉണ്ട് രാത്രി. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്.
അപ്പോൾ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിട്ടേൺ പോകാം. ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട് 7 മണിക്ക്. ഞാനിപ്പോൾ എന്തായാലും 7 മണി വരെ നിൽക്കുന്നില്ല, കാരണം ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ ഒന്നത് ലേറ്റ് ആവും. പിന്നെ മാത്രമല്ല ടൈം ലേറ്റ് ആവും തോറും ഇവിടെ നിന്ന് ഇറങ്ങി പോകണ വണ്ടികളുടെ തിരക്ക് കൂടും. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി പോകണേ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് കൂടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു 9 മണി സമയത്ത് അടിമാലി എത്തി അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് നേരെ നാട്ടിലേക്ക് പോകാം. ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഒരു 12:30 1 മണി ആ സമയമൊക്കെ നമ്മൾക്ക് എത്തേണ്ടതാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ പോയി അതിനനുസരിച്ച് നിങ്ങൾക്ക് നേരത്തെ വീട്ടിലെത്താം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മൂന്നാർ ഒരു ദിവസം കൊണ്ട് നല്ല രീതിയിൽ കറങ്ങാനുള്ള എല്ലാ സ്പോട്ടുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എഫോർട്ട് ഇട്ടിട്ടാണ് ഇത്രയും മഴയത്ത് നമ്മൾ എല്ലാ സ്പോട്ടുകളും ഒന്നും മിസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഓരോരോ സ്പോട്ടുകൾ അതുപോലെ നിങ്ങൾക്ക് ഉപകാരമാവുന്ന പല പല ട്രാവൽ പ്ലാനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഒരു ട്രാവൽസ് നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളുടെ ഒരു ബേസിക് പ്ലാൻ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇതുപോലെ വീഡിയോകളാക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ മൂന്നാർ 1 ഡേ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഡേ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. നിങ്ങൾ സെക്കൻഡ് ഡേ മറയൂർ റൂട്ട് പിടിക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ എരവികുളം പാർക്കൊക്കെ കണ്ട് അതുപോലെ ലക്കം വാട്ടർഫോൾസ് കണ്ട് മറയൂർ കാന്തല്ലൂർ ഒരു ഫുൾ ഡേ നമുക്ക് ജീപ്പ് ട്രക്കിങ്ങൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെക്കൻഡ് ഡേ ഉണ്ടെങ്കിൽ മറയൂർ റൂട്ടിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂപ്പാറ സൂര്യനെല്ലി റൂട്ട് പോവുകയാണെങ്കിൽ ഒരു പുലർച്ചെ ഒരു 3 മണി സമയത്തൊക്കെ നിങ്ങൾ എണീറ്റ് പോവുകയാണെങ്കിൽ നേരെ കൊളുക്കുമല സൺറൈസ് ട്രക്കിങ് കണ്ടതിന് ശേഷം അവിടെ ആനയിറങ്ങൽ ഡാം അതുപോലെ ചതുരംഗപ്പാറ തൊണ്ടമാൻകോട്ട അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ആ ഒരു റൂട്ട് കാണാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നേരെ വട്ടവട കയറി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ ഫസ്റ്റ് ഡേ പോരുത്. വട്ടവട പോകുന്ന റൂട്ടിൽ തന്നെ ടോപ്പ് സ്റ്റേഷൻ കണ്ടതിന് ശേഷം വട്ടവട പോയി വട്ടവടയിലുള്ള വില്ലേജും അവിടുത്തെ വെജിറ്റബിൾ ഫാംസ് കാര്യങ്ങളൊക്കെ കാണാം. വാട്ടർഫോൾസ് ഉണ്ട്, അതുപോലെ വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നല്ല ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു വന്ന് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഒരു 3 ഡേ പ്ലാൻ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ സ്പെൻഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഡേ ഇതിലേതെങ്കിലും ഒരു റൂട്ട് ചൂസ് ചെയ്യാം. തേർഡ് ഡേ നിങ്ങൾക്ക് അടുത്ത റൂട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ മൂന്നാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം നല്ല രീതിയിൽ കാണാനുള്ള സ്പോട്ടുകളുണ്ട് റിലാക്സ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇനി അതുപോലെ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 15 പേര് 20 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ട്രാവലേഴ്സ് ഹോളിഡേയ്സിന് 1 ഡേ മൂന്നാർ പാക്കേജുകൾ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ബസ്സാണെങ്കിൽ ബസ്, ട്രാവലർ ആണെങ്കിൽ ട്രാവലർ. മിനിമം ഒരു 15 പേര് വേണം. അതിൽ കുറവാണെങ്കിൽ നമുക്ക് പാക്കേജ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ രാവിലെ നേരത്തെ വന്ന് ഇവിടുത്തെ രാവിലെ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സൈറ്റ് സീയിങ്, ഗൈഡായിട്ട് ഒരാൾ, പിന്നെ വണ്ടി എല്ലാം അടക്കം നമ്മൾ പാക്കേജായിട്ട് ചെയ്യുന്നതായിരിക്കും. ആൾക്കാരുടെ എണ്ണവും അതുപോലെ ഡേറ്റൊക്കെ അനുസരിച്ച് റേറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണവും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ 2 ഡേ ട്രിപ്സ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 10-20 പേരിൽ മുകളിലുണ്ടെങ്കിൽ 2 ഡേ ട്രിപ്സ് വിത്ത് സ്റ്റേ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സൗത്ത് ഇന്ത്യയിലെ എവിടെയും ഗ്രൂപ്പ് പാക്കേജസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഗ്രൂപ്പ് പാക്കേജസ് ഇട്ടാൽ കാരണം കറൻ്റ് ഇപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പുകൾ അതുപോലെ ചെറിയ ട്രിപ്പുകളൊക്കെ ഇൻ്റർനാഷണൽ തായ്ലൻഡ്, മലേഷ്യ, ബാലി അതൊക്കെ ചെയ്യുന്നുള്ളൂ. ഡൊമസ്റ്റിക് ട്രിപ്പുകൾ നമ്മളിപ്പോൾ തൽക്കാലം ഗ്രൂപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പ് ട്രിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.